So once again, welcome back to virtual teaching. നമ്മൾ ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CRAയിലെ സെക്കൻഡ് മോഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മോഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായി. സെക്കൻഡ് മോഡ്യൂളിലെ ഒരു 50 മാർക്ക് ക്വസ്റ്റ്യൻസും ഒരു ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായി. അതിന് മുമ്പായിട്ട് എന്നോട് കുറേ പേര് കമൻറ്റ് സെക്ഷൻ ചോദിച്ചിട്ടുണ്ടായി CRAയുടെ ഈ ക്ലാസ് എടുക്കാൻ ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് ഏതാണ്. അപ്പോൾ ഇതാണ് ടെക്സ്റ്റ് ബുക്ക്, ബിജു പി മണിയുടെ ടെക്സ്റ്റ് ബുക്കാണ്. ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് 150 റുപ്പീസാണ് ഇതിന് റേറ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ഫോർമേഷൻ ഓഫ് കമ്പനി, ആ ഒരു സ്റ്റേജസ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ കമ്പനി 50 മാർക്ക് ക്വസ്റ്റ്യൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്കായിട്ട് ഈ വീഡിയോൻ്റെ താഴെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനിലൂടെ നമ്മൾ ആ ഒരു 4 സ്റ്റേജസും പഠിച്ചിട്ടുണ്ടായി. നമ്മളിനി ഈ ഒരു വീഡിയോ നോക്കാൻ പോകുന്നത് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് പ്രൊമോട്ടർ. അപ്പോൾ പ്രൊമോട്ടർ ആരാണെന്നും പ്രൊമോട്ടറിൻ്റെ ലീഗൽ പൊസിഷൻ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായി ആ ഒരു 50 മാർക്ക് ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ എന്തൊക്കെയാണ് പ്രൊമോട്ടറിൻ്റെ ഡ്യൂട്ടീസും ലയബിലിറ്റീസും നോക്കാം. അതിലൊന്നാമത്തെയാണ് പ്രൊമോട്ടർ മസ്റ്റ് നോട്ട് മേക്ക് എനി സീക്രട്ട് പ്രോഫിറ്റ് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ദ കമ്പനി ദാറ്റ് ഈസ് ബീൻ ഫോംഡ്. അപ്പോൾ കമ്പനി ഫോം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കമ്പനിയുടെ പേരും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, പ്രൊമോട്ടർ ഒരു സീക്രട്ട് പ്രോഫിറ്റും തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല. ഓക്കെ, അടുത്ത രണ്ടാമത്തത് ദ റിസൾട്ട് ഓഫ് ഓൾ ദ നെഗോസിയേഷൻ എൻറ്റേർഡ് ഇൻ ടു ബൈ ദ പ്രൊമോട്ടർ ഓൺ ബിഹാഫ് ഓഫ് ദ കമ്പനി ഷുഡ് ബി ഗിവൺ ടു ദ കമ്പനി ഇറ്റ് സെൽഫ്. ഇപ്പോൾ കമ്പനിയുടെ പേരിൽ ഇപ്പോൾ പ്രൊമോട്ടർ ഒരു നെഗോസിയേഷൻ എൻ്റർ ചെയ്തു. അപ്പോൾ ആ ഒരു കമ്പനിയുടെ പേരിൽ നെഗോസിയേഷൻ എൻ്റർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന എന്തോ ആയിക്കോട്ടെ, അതിൽ നിന്ന് കിട്ടുന്ന എല്ലാ പ്രോഫിറ്റും എന്തായിരിക്കണം, നമ്മൾ ഈ കമ്പനിക്ക് തന്നെ കൊടുക്കേണ്ടതാണ്. അതിന് കിട്ടുന്ന റിസൾട്ട് എല്ലാം തന്നെ കമ്പനിക്ക് മാത്രമുള്ളതാണ്, അല്ലാണ്ട് അത് പ്രൊമോട്ടർ എടുക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ കമ്പനിയുടെ പേരിൽ നെഗോസിയേഷൻ എൻ്റർ ചെയ്യുകയാണെങ്കിൽ അതിലത്തെ റിസൾട്ട് നമ്മൾ പ്രൊമോട്ടർ എന്ത് ചെയ്യണം, കമ്പനിക്ക് എന്നത് തിരിച്ചു കൊടുക്കണം. അടുത്ത് when the promoter enter into any contract with the company directly or indirectly, any interest or profit on the part of the promoter should be fully disclosed to the company. അതേ സംഭവം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ്, ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റിൽ പ്രൊമോട്ടർ ഏർപ്പെട്ട് കഴിഞ്ഞാൽ കമ്പനിയുടെ പേരും വച്ചിട്ട് ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ കമ്പനിയുടെ പേരും വച്ചിട്ട് പ്രൊമോട്ടർ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റോ പ്രോഫിറ്റോ എന്തോ ആയിക്കോട്ടെ അത് കമ്പനിയിലേക്ക് ഫുള്ളായിട്ട് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തത് പ്രൊമോട്ടർ ഷുഡ് നോട്ട് കോസ് എനി അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രോഡ് ഓവർ എനി കോൺട്രാക്ട് വിത്ത് ദ കമ്പനി. ദേ ഷുഡ് നോട്ട് മേക്ക് എനി അൺഫെയർ യൂസ് ഓഫ് ദർ പൊസിഷൻ. എന്താണ്, നമ്മുടെ കമ്പനിയായിട്ട് ഒരു ഫ്രോഡായിട്ടുള്ളോ അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള ഒരു കോൺട്രാക്റ്റ് ഒന്നും തന്നെ കമ്പനിയായിട്ട് പ്രൊമോട്ടർ ഏർപ്പെടാൻ പാടില്ല. അതുപോലെ തന്നെ അവരുടെ ആ ഒരു പൊസിഷൻ അൺഫെയർ ആയിട്ട് യൂസ് ചെയ്യാനും പാടില്ല. അപ്പോൾ ഇത്രയാണ് പ്രൊമോട്ടറിൻ്റെ മേജർ ആയിട്ടുള്ള ലയബിലിറ്റീസ്. അതിൻ്റെ കൂടെ 2 ഡ്യൂട്ടീസും കൂടി കൊടുത്തിട്ടുണ്ട്. എന്താ നോക്കാം. Promoter must see that prospectus contain all the particulars specific in the section 26 of the Company Act. നമ്മുടെ കമ്പനി ആക്ടിലെ സെക്ഷൻ 26ൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ കമ്പനിയുടെ പ്രോസ്പെക്ടസിൽ ഉണ്ടോ എന്ന് പ്രൊമോട്ടർ ചെക്ക് ചെയ്യണം. ഓക്കെ, രണ്ടാമത്തത് they should ensure that prospectus does not contain any untrue statement. നമ്മുടെ പ്രോസ്പെക്ടസിൽ തെറ്റായിട്ടുള്ള കള്ളത്തരമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും തന്നെ പാടില്ല. അതിലെല്ലാം സത്യം മാത്രമേ എഴുതാൻ വേണ്ടി പാടുള്ളൂ. അതാണ് 2 അനദർ ഡ്യൂട്ടീസ്. അപ്പോൾ ഇത്രയാണ് ഒരു പ്രൊമോട്ടറിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ്. ഇത് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. എക്സ്പ്ലെയിൻ ദ ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് അതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കാം. ഇനി നമ്മൾ രജിസ്ട്രേഷനൊക്കെ പറഞ്ഞാണ്, ഡോക്യുമെൻറ്റ്സ് ഒക്കെ 50 മാർക്കിൽ ഡിസ്കസ് ചെയ്താണ്. ഇത് നമ്മൾ നോക്കാൻ പോകുന്ന അടുത്തൊരു 5 മാർക്കായിട്ടും വരാറുണ്ട്. ഇടയ്ക്ക് 50 മാർക്കിൽ ഈ 2 ക്വസ്റ്റ്യൻസ് 50 മാർക്കിൽ വരുമ്പോൾ അതിലൊരു ക്വസ്റ്റ്യനായിട്ട് വരാറുണ്ട്. ഹൗ എ കമ്പനി ക്യാൻ ബി രജിസ്റ്റേർഡ് ഇൻ ഓൺലൈൻ മോഡ്. ഓൺലൈൻ മോഡിൽ എങ്ങനെയാണ് കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ അല്ലെങ്കിൽ കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ, ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഫ് എ കമ്പനി, അതാണ് നമ്മുടെ ടോപ്പിക്കിൻ്റെ പേര്. എങ്ങനെയാണ് കമ്പനി നമുക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് തന്നെയാണ്, സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. എന്താ നോക്കാം. എ കമ്പനി നീഡ് ടു ഹാവ് ഫ്യൂ പേഴ്സൺ ഹൂ ഷുഡ് സെർവ് ആസ് എ ഡയറക്ടർ. എന്താണ്, കമ്പനിക്ക് കുറച്ച് ആൾക്കാർ വേണം. അവരെന്തായിട്ട് സെർവ് ചെയ്യണം, ഡയറക്ടേഴ്സായിട്ട് സെർവ് ചെയ്യണം. ദ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് റിക്വയർഡ് വേരീസ് ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ദ കമ്പനി. കമ്പനിയുടെ നേച്ചർ അനുസരിച്ച്
ഡയറക്ടേഴ്സ് നമ്പർ മാറിക്കൊണ്ടിരിക്കും. എല്ലാ കമ്പനിക്കും ഒരേ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് അല്ല വേണ്ടത്. കമ്പനിയുടെ നേച്ചർ അനുസരിച്ച് ഡയറക്ടേഴ്സ് നമ്പർ മാറിക്കൊണ്ടിരിക്കും. A person who can serve as a director only if he has a director identification number DIN. ഇനി അങ്ങനെ ഒരു വ്യക്തിക്ക് കമ്പനിയുടെ ഡയറക്ടറായിട്ട് സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തുണ്ടായിരിക്കണം? ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ DIN ഉണ്ടായിരിക്കണം. അങ്ങനെ DIN ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു വ്യക്തിക്ക് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. Application for acquiring DIN can be submitted to the Ministry of Corporate Affairs through the INC 32 or SPICY form. അപ്പോൾ എന്താണ് ആപ്ലിക്കേഷൻ? ഈ ഒരു DIN വേണ്ടി എന്ത് ചെയ്യണം? ആ ഡയറക്ടർ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്യേണ്ടത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിലേക്കാണ്. അവിടേക്ക് സബ്മിറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? INC 32 എന്ന ഫോം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കമ്പനിക്ക് ഡയറക്ടേഴ്സിന് ആവശ്യമുണ്ട്. ഡയറക്ടേഴ്സിൻ്റെ നമ്പർ വേരി ചെയ്തുകൊണ്ടിരിക്കും അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് ദ ബിസിനസ്. ഡയറക്ടർ ആവണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, യൂണിക് നമ്പർ ആവശ്യമുണ്ട്. അത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ പോയിട്ട് ആ ഒരു സൈറ്റിൽ പോയിട്ട് INC 32 എന്ന ഫോം ഫില്ല് ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആ ഒരു DIN കിട്ടുന്നതാണ്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ്. എന്നാ നോക്കാം. ഓൺലൈൻ സബ്മിഷൻ ഓഫ് ഡോക്യുമെൻറ്റ് ടു ദ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫെയർ റിക്വയർ ഡിജിറ്റൽ സിഗ്നേച്ചർ. നമ്മളിങ്ങനെ നമ്മുടെ കമ്പനി ഡോക്യുമെൻറ്റ്സ് ഒക്കെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിലേക്ക് എന്ത് ചെയ്യും? സബ്മിറ്റ് ചെയ്യും. അത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടായിരിക്കണം? അതെല്ലാം തന്നെ സെൽഫ് അറ്റസ്റ്റഡ് പോലെ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ ആവശ്യമുണ്ട്. The purpose of a signature is to authenticate a document. When you attempt online submission of the document, authentication is possible only through affixing of digital signature. അപ്പോൾ എന്തിനു വേണ്ടി സിഗ്നേച്ചർ വയ്ക്കുന്നത്? ആ ഒരു ഡോക്യുമെൻ്റ് വാലിഡ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് അവിടെ സിഗ്നേച്ചർ വയ്ക്കുന്നത്. അതിലൂടെ മാത്രമായിരിക്കും എന്താണ് ആ ഒരു ഡോക്യുമെൻ്റ് വാലിഡായിട്ട് അവർ കണക്കാക്കപ്പെടുള്ളൂ. അങ്ങനെ സിഗ്നേച്ചർ ഇല്ലെങ്കിൽ അവരത് റിജക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ വളരെ അത്യാവശ്യമാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സിലും. ഓക്കെ, അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് ആപ്ലിക്കേഷൻ ഫോർ അപ്രൂവൽ ഓഫ് നെയിംസ് ഓഫ് ദ കമ്പനി ടു ബി ഇൻകോർപ്പറേറ്റഡ്. എന്താണ്? നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പോണ കമ്പനിയുടെ നെയിമിൻ്റെ അപ്രൂവൽ. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. At the time of company registration, important documents like Memorandum of Association and Article of Association needed to be submitted to the register of a company. അപ്പോൾ കമ്പനി രജിസ്ട്രേഷൻ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കമ്പനി രജിസ്ട്രാറിൻ്റെ അടുത്ത് MOAയും AOAയും സബ്മിറ്റ് ചെയ്യണം. മെമ്മോറാൻഡം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനും നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ദീസ് ഡോക്യുമെൻറ്റ് നീഡ് ടു ബി സ്പെസിഫൈ ദ നെയിം ഓഫ് ദ കമ്പനി അലോങ് വിത്ത് അതർ പർട്ടിക്കുലേഴ്സ്. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൽ എന്തുണ്ടാവും? കമ്പനിയുടെ പേരും കമ്പനി റിലേറ്റഡ് ഉള്ള അതർ കാര്യങ്ങളായിരിക്കും അതിലുണ്ടാവുക. ഓക്കെ. For this purpose, application can be filed to the register of a company wherein the applicant should list few names for the company to be incorporated in the order of preference. അപ്പോൾ നമ്മളങ്ങനെ MOയും AOയും സബ്മിറ്റ് ചെയ്യാൻ പോകുമ്പോൾ അതിന് കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ നമ്മുടെ കമ്പനിക്ക് ഇടാൻ ഉദ്ദേശിക്കുന്ന പേര് സെറ്റ് ചെയ്ത് അതിലെഴുതി കൊടുക്കണം. ഒരു പേര് കൊണ്ട് ചെല്ലാൻ പാടില്ല. നമ്മൾ ഒന്നിലധികം പേരുകൾ, ഫ്യൂ നെയിംസ് എഴുതി കൊണ്ടുപോവുക. നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് ഓർഡർ ആക്കി എഴുതി കൊണ്ടുപോവുക. ആഫ്റ്റർ വെരിഫിക്കേഷൻ ദ രജിസ്റ്റർ ഷാൽ അപ്രൂവ് വൺ നെയിം ഫോർ ദ കമ്പനി. അപ്പോൾ ആ ഒരു നെയിം റിപ്പീറ്റഡ് ആണോ അല്ലെങ്കിൽ വേറെ കമ്പനികൾക്ക് ഉണ്ടോ എന്നൊക്കെ നോക്കി എന്ത് ചെയ്യും? രജിസ്ട്രാർ ആ ഒരു നെയിം സെലക്ട് ചെയ്ത് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ആ ഒരു നെയിം സെലക്ട് ചെയ്യും. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്, നെയിമിൻ്റെ അപ്രൂവൽ. ഓക്കെ. ഇനി നാലാമത്തെ സ്റ്റെപ്പാണ് പ്രിപ്പറേഷൻ ആൻഡ് സബ്മിഷൻ ഓഫ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ലൈക്ക് MOA ആൻഡ് AOA. നാലാമത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കമ്പനിയുടെ പേരെ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? MOയും AOയൊക്കെ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? ഒന്നാമത്തെ MOA, മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, ഡയറക്ടറിൻ്റെ കയ്യിൽ നിന്ന് ഡിക്ലറേഷൻ ഫോം വേണം, അതുപോലെ തന്നെ ഡയറക്ടറിൻ്റെ അഫിഡവിറ്റ്സും വേണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് നമ്മൾ രജിസ്ട്രാറിൻ്റെ അടുത്തേക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്താണ് അഞ്ചാമത്തെ സ്റ്റെപ്പ്. എന്താണ് അഞ്ചാമത്തെ സ്റ്റെപ്പ്? സബ്സ്ക്രൈബിങ് ടു മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. അപ്പോൾ ആ ഒരു മെമ്മോറാൻഡം അസോസിയേഷനിലും ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഷെയർ മേടിച്ച സബ്സ്ക്രൈബേഴ്സ് ഇല്ലേ, അവരുടെ പേര് മെൻഷൻ ചെയ്തിരിക്കണം. അതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ്. നോക്കാം.
As per the Company Act 2013, a subscriber must subscribe the share of the company incorporated. ആ ഒരു ഇൻകോർപ്പറേറ്റഡ് കമ്പനിയുടെ ഷെയർ മേടിച്ചവരെ മാത്രമേ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് എന്ന് വിളിക്കാൻ പാടുള്ളൂ. ഇറ്റ് മീൻസ് ഈച്ച് സബ്സ്ക്രൈബർ മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 1 ഷെയർ ഓഫ് ദ കമ്പനി. എന്താണ്, ഒരു സബ്സ്ക്രൈബറിന് ഒരു ഷെയർ എങ്കിലും ആ കമ്പനിയിൽ നിർബന്ധമായി വേണം. Each subscriber should sign the memorandum in presence of at least one witness and must clear state the following things. അപ്പോൾ എന്താണ്, സബ്സ്ക്രൈബർ മെമ്മോറാൻഡിൽ സൈൻ ചെയ്യണം. സൈൻ ചെയ്യുമ്പോൾ അവിടെ ഒരു വിറ്റ്നസിൻ്റെ ആവശ്യമുണ്ട്. ഒരാളുടെ വിറ്റ്നസ്സോട് മാത്രമേ സൈൻ ചെയ്യാനും പാടുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം എന്തൊക്കെ സബ്മിറ്റ് ചെയ്യണം? ആ ഒരു സബ്സ്ക്രൈബറിൻ്റെ അഡ്രസ്സ്, പേഴ്സണൽ ഡിസ്ക്രിപ്ഷന്, അദ്ദേഹത്തിൻ്റെ ഒക്യുപ്പേഷൻ, എന്തോരം ഷെയർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഏത് ടൈപ്പ് ഓഫ് ഷെയർ ആണ് മേടിച്ചിട്ടുള്ളത്, ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം അവിടെ സ്പെസിഫൈ ചെയ്യണം. അതാണ് 5ാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, ഇനി 6ാമത്തെ സ്റ്റെപ്പാണ് ഡിക്ലറേഷൻ റിഗാർഡിംഗ് ഫുൾഫിൽമെൻറ്റ് ഓഫ് റിക്വയർമെൻറ്റ്. എന്താണ്, എല്ലാ കാര്യങ്ങളും ഫുൾഫിൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഡിക്ലറേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതാണ് 6ാമത്തെ സ്റ്റെപ്പ്. എ ഡിക്ലറേഷൻ സ്റ്റേറ്റിംഗ് ദാറ്റ് ദ റിക്വയർമെൻറ്റ് ഓഫ് ദ ആക്ട് ആൻഡ് ദ റൂൾ ഫ്രെയിംഡ് ദ അണ്ടർ ഹാവ് ബീൻ കംപ്ലൈൻഡ് വിത്ത് ഷുഡ് ബി സബ്മിറ്റഡ് ടു ദ രജിസ്ട്രാർ. അപ്പോൾ എന്താണ്, ഒരു ഡിക്ലറേഷൻ നമ്മുടെ കമ്പനി ആക്ട് പ്രകാരം ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ രജിസ്ട്രാറിൻ്റെ അടുത്ത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഡിക്ലറേഷൻ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ദിസ് ഡിക്ലറേഷൻ ഈസ് റിക്വയർഡ് ടു ബി സൈൻഡ് ബൈ എൻ അഡ്വക്കേറ്റ് ഓഫ് ദ സുപ്രീം കോർട്ട്. ഈ ഒരു ഡിക്ലറേഷൻ നമ്മൾ എന്ത് ചെയ്യണം, വെറുതെ കൊടുത്താൽ പോരാ, അതിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ സിഗ്നേച്ചർ വേണം. ഒന്നില്ലെങ്കിൽ ഒരു സുപ്രീം കോർട്ടിലെ അഡ്വക്കേറ്റിൻ്റെ സിഗ്നേച്ചറോ അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റെ സിഗ്നേച്ചറോ മതി. ചാർട്ടേഡ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ട് ആയിരിക്കണം. അതുപോലെ തന്നെ കമ്പനിയുടെ ഫോർമേഷനിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു ആളും കൂടി ആയിരിക്കണം. അല്ലെങ്കിൽ വേറെ ആൾക്കാരുണ്ട്, എന്താണ്, ഡയറക്ടർക്ക് സൈൻ ചെയ്യാം, അല്ലെങ്കിൽ മാനേജർക്ക്, സെക്രട്ടറിക്കൊക്കെ ഈ പറയുന്ന ഡോക്യുമെൻ്റ് സൈൻ ചെയ്യാം. ഇപ്പോൾ ഇതിൽ ആരെങ്കിലും തന്നെ ഈ ഡിക്ലറേഷൻ നമ്മുടെ ആക്ട് പ്രകാരം നമ്മളെല്ലാം ഫുൾഫിൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ ഡിക്ലറേഷൻ സൈൻ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അത് കഴിഞ്ഞാൽ 7ാമത്തെ സ്റ്റെപ്പാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണിത്. നമുക്ക് എന്താണ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടാണ്. After filing the above mentioned document and the payment of the necessary fee, the INC 32 form shall be verified by the Central Processing Center of the Ministry of Corporate Affairs and certificate of a company incorporation would be issued by the registrar. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മുകളിലത്തെ 6 സ്റ്റെപ്പിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും വച്ച് നമ്മളെല്ലാ ഫീസും അടച്ച് ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ ഈ പറഞ്ഞ INC 32 ഈ പറഞ്ഞ എല്ലാ സ്റ്റെപ്പും നമ്മൾ ചെയ്യണത്. INC 32 ആര് വെരിഫൈ ചെയ്യും? സെൻട്രൽ പ്രോസസ്സിംഗ് സെൻറ്റർ ഓഫ് ദ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ സെൻട്രൽ പ്രോസസ്സിംഗ് സെൻറ്റർ ആയിരിക്കും എന്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യുന്നത്. അത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് രജിസ്ട്രാർ ആയിരിക്കും നമുക്ക് കമ്പനി ഇൻകോർപ്പറേഷൻ്റെ സർട്ടിഫിക്കറ്റ് തരുന്നത്. അതോടെ നമ്മുടെ ഓൺലൈൻ രീതിയിൽ നമുക്ക് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഓൺലൈനിൽ നമ്മൾ കമ്പനി രജിസ്റ്റർ ചെയ്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, പഠിക്കാം. ഇനി നമ്മൾ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് ഒക്കെ അവർ എസ്സേയിൽ പഠിച്ചതാണ്, നമുക്കത് കളയാം, മീൻസ് സ്കിപ്പ് ചെയ്യാം ഈ വീഡിയോയിലേക്ക്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് പ്രിലിമിനറി ഓർ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ്. 2 മാർക്കായിട്ടും അല്ലെങ്കിൽ 5 മാർക്കായിട്ടൊക്കെ ജസ്റ്റ് ചോദിക്കാൻ പറ്റിയൊരു ടോപ്പിക്കാണ്. 2 മാർക്കായിട്ട് ചോദിക്കാറുണ്ട്. പ്രിലിമിനറി അല്ലെങ്കിൽ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ് എന്താണ്, മനസ്സിലാക്കി വയ്ക്കുക എന്താണെന്ന് നോക്കാം. ദ പ്രൊമോട്ടർ മേ എൻ്റർ ഇൻ ടു കോൺട്രാക്ട് ഫോർ എ കമ്പനി ഈവൻ ബിഫോർ ദിസ് ഇൻകോർപ്പറേറ്റഡ്. എന്താണ്, കമ്പനി ഫോം ചെയ്യണ മുമ്പ് തന്നെ വേണമെങ്കിൽ പ്രൊമോട്ടർ കമ്പനിയുടെ പേരും പറഞ്ഞ് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പം എന്താണ്, കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന മുമ്പ് തന്നെ പ്രൊമോട്ടർ കമ്പനിയുടെ പേരും പറഞ്ഞ് ചില കോൺട്രാക്ട്സിൽ ഏർപ്പെടും. ഏതൊക്കെയാ നോക്കാം. സച്ച് കോൺട്രാക്ട് മേ റിലേറ്റ് ടു ദ പർച്ചേസ് ഓഫ് പ്രോപ്പർട്ടി ഫോർ ദ കമ്പനി ഓർ മെഷീനറി ഓർ ടു അക്വയർ നോ ഹൗ. അപ്പം എന്താണ്, എന്തിനു വേണ്ടി ഇങ്ങനെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്? ചിലപ്പോൾ കമ്പനിയുടെ പ്രോപ്പർട്ടീസ് മേടിക്കാൻ വേണ്ടി, കമ്പനി ഫോം ചെയ്യണ മുമ്പ് എന്താ നമ്മൾ കമ്പനിക്ക് വേണ്ടിയുള്ള പ്രോപ്പർട്ടീസും അതിനുവേണ്ടിയ മെഷീൻസും അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ച് വയ്ക്കുമല്ലോ, അതിനൊക്കെ വേണ്ടിയേക്കും ഈ ഒരു കോൺട്രാക്ട്സിലൊക്കെ ഏർപ്പെടുന്നത്. These contracts are generally termed as pre-incorporation or preliminary contract. ഇൻകോർപ്പറേഷൻ മുമ്പുള്ള കോൺട്രാക്റ്റ് ആണല്ലോ, അതുകൊണ്ട് ഈ കോൺട്രാക്റ്റ് വിളിക്കുന്ന പേരുകളാണ് പ്രീ ഇൻകോർപ്പറേഷൻ അല്ലെങ്കിൽ പ്രിലിമിനറി കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. The promoter generally enter into such contract as agent of the company about to be formed. ഇങ്ങനെയുള്ള കോൺട്രാക്ട്സിൽ ഏർപ്പെടുമ്പോൾ പ്രൊമോട്ടർ ആരായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? കമ്പനിയുടെ ഏജൻ്റ് ആയിട്ടാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ. However, before incorporation, a company does not have the right to enter into contract and therefore such contract are not binding on the company. എന്നാൽ നിലവിൽ നമ്മുടെ കമ്പനി ആക്ട് പ്രകാരം
ഇൻകോർപ്പറേഷൻ ആവാണ്ട് ഒരു കമ്പനിക്ക് എന്ത് ചെയ്യാൻ പാടില്ല, കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കോൺട്രാക്റ്റുമായിട്ട് കമ്പനിക്ക് ഒരു ഇടപാടും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒന്നും തന്നെ കമ്പനി ലയബിൾ ആയിരിക്കില്ല. ആ കോൺട്രാക്റ്റിൽ എന്ത് നഷ്ടം വന്നാലും അത് പ്രൊമോട്ടർ ഒറ്റയ്ക്ക് സഹിക്കേണ്ടി വരും, അതിൽ കമ്പനിക്ക് ഒരു ബൈൻഡിങ്ങും ഉണ്ടാവില്ല. ഇതാണ് പ്രിലിമിനറി ഓർ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ്. ഓക്കെ, ആ ഒരു പാരഗ്രാഫ് മാത്രം പഠിച്ചാൽ മതി. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ലിഫ്റ്റിംഗ് ഓർ പിയേഴ്സിംഗ് ദ കോർപ്പറേറ്റ് വെയിൽ. ഇത് 5 മാർക്കായിട്ടോ 50 മാർക്കായിട്ടോ 2 മാർക്കായിട്ടോ വരാം. സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നമുക്കിത് നോക്കാം. അപ്പോൾ ലിഫ്റ്റിംഗ് ഓർ പിയേഴ്സിംഗ് ദ കോർപ്പറേറ്റ് വെയിൽ എന്താ നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ദ ജനറൽ റൂൾ ഈസ് ദാറ്റ് എ കമ്പനി ഈസ് എ ലീഗൽ പേഴ്സൺ ആൻഡ് ഈസ് ഡിസ്റ്റിൻക്ട് ഫ്രം ഇറ്റ്സ് മെമ്പർ. നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ പഠിച്ചത് എന്താണ്, കമ്പനി അതുപോലെ തന്നെ കമ്പനിയിലെ മെമ്പേഴ്സ് രണ്ടാണ്. ദേ ആർ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റീസ്. കമ്പനി ഒരു ലീഗൽ പേഴ്സൺ ആണ്, അതുകൊണ്ട് തന്നെ കമ്പനി മെമ്പേഴ്സ് രണ്ടാണ്. അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ദിസ് കൺസെപ്റ്റ് ഓഫ് സെപ്പറേറ്റ് എൻറ്റിറ്റി ക്യാൻ ബി കൺസിഡർ ആസ് എ വെയിൽ ഓർ എ കർട്ടൻ ബിറ്റ്വീൻ ദ കമ്പനി ആൻഡ് ഇറ്റ്സ് മെമ്പർ. ഈ ഒരു കൺസെപ്റ്റ്, ഈ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയുടെ കൺസെപ്റ്റ് നമുക്ക് ഒരു വെയിലായിട്ടോ അല്ലെങ്കിൽ ഒരു കർട്ടനായിട്ടോ കാണാം. എന്താണ്, കമ്പനീനെ മെമ്പേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു കർട്ടനായിട്ട് നമുക്കതിനെ ഇമാജിൻ ചെയ്യാം. ഓക്കെ, അടുത്ത പോയിന്റ്, whenever there is a question of liability, the member can defend themselves stating that it is an act of the company and that they are not personally liable. അപ്പോൾ ഇങ്ങനൊരു കർട്ടൻ ഉണ്ടല്ലോ, കമ്പനിയും വേറെ മെമ്പേഴ്സും വേറെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ലയബിലിറ്റിയുടെ കാര്യം വരികയാണെങ്കിൽ മെമ്പേഴ്സിന് എന്ത് പറയാം, കമ്പനി മെമ്പേഴ്സിന് എന്ത് പറയാൻ പറ്റും, ഈ ലയബിലിറ്റി എല്ലാം കമ്പനിയുടെ ആണ്, ഞങ്ങളുടെ അല്ല, ഞങ്ങൾ ഇതിന് പേഴ്സണൽ ലയബിൾ അല്ല, എല്ലാം കമ്പനിയുടെ ആണെന്ന് പറഞ്ഞ് നൈസായിട്ട് മെമ്പേഴ്സിന് കൈവരാം. ഓക്കെ, ഇനി അതാണ് തേർഡ് പോയിന്റ്. ഇനി നാലാമത്തെ പോയിന്റ് ആണ്, however there are situations where this privilege of a company may be abused by the members. എന്നാൽ ചില സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. എപ്പോഴാണ്, ഈ ഒരു കമ്പനിയുടെ പേരും പറഞ്ഞതിൽ ഈ ഒരു പ്രിവിലേജും വെച്ചിട്ട് മെമ്പേഴ്സ് എന്തുണ്ട്, ഇത് മുതലെടുക്കുന്നു. ഇങ്ങനെ കണ്ട സാധന ലയബിലിറ്റീസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് പറയുന്നു, ഇതെല്ലാം കമ്പനിയുടെ ലയബിലിറ്റിയാണ്, ഒന്നും ഞങ്ങളുടെ അല്ല എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് അതൊന്ന് പിന്മാറാണെങ്കിൽ അങ്ങനെ സിറ്റുവേഷൻ എന്ന് പറയണേ ഈ ഒരു ആ ഒരു ലിഫ്റ്റ് എന്താ പറയുക, ആ ഒരു കർട്ടനെ അവർ മിസ്യൂസ് ചെയ്യാണ് അല്ലേ, ആ ഒരു സെപ്പറേഷൻ അവർ മിസ്യൂസ് ചെയ്യാണ്. അഞ്ചാമത്തെ പോയിന്റ്, ദ അഡ്വാൻറ്റേജ് ഓഫ് ഇൻകോർപ്പറേഷൻ ആർ ടു ബി എൻജോയ്ഡ് ഓൺലി ബൈ ദോസ് ഹു വാണ്ട് ടു മേക്ക് എൻ ഓണസ്റ്റ് യൂസ് ഓഫ് ദ കമ്പനി. എന്താണ്, ഈ ഒരു ഇൻകോർപ്പറേഷനിലൂടെ കിട്ടുന്ന അഡ്വാൻറ്റേജുകൾ എല്ലാം തന്നെ എൻജോയ് ചെയ്യേണ്ട ആര് മാത്രമാണ്, കമ്പനീനെ ഓണസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നവർ മാത്രമേ അത് എൻജോയ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. In case of dishonest or fraudulent use of the facility of incorporation, the court may break through or lift the corporate veil and look at the person behind the company who are misusing this fiction. അപ്പോൾ എന്താണ്, ഇങ്ങനെ ഡിസോണസ്റ്റ് ആയിട്ടോ ഫ്രോഡുലൻ്റ് ആയിട്ടോ ഈ ഒരു ഫെസിലിറ്റി ഓഫ് ഇൻകോർപ്പറേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കോർട്ട് എന്ത് ചെയ്യും, കോർട്ട് ഈ ഒരു കർട്ടനെ ബ്രേക്ക് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു കോർപ്പറേറ്റ് കർട്ടനെ അവർ എന്ത് ചെയ്യും, ആ ലിഫ്റ്റ് ചെയ്യും. എന്നിട്ട് ആരാണ് കമ്പനിയുടെ പിന്നിൽ കിടന്ന് കളിക്കുന്നത് നോക്കി, ആ ഒരു മിസ്യൂസ് ചെയ്യുന്ന ആരാന്ന് നോക്കി അയാളെ കോർട്ട് പൊക്കും. ഇൻ ലീഗൽ പാരലൻസ് ദിസ് പ്രോസസ് ഇസ് നോൺ ആസ് ലിഫ്റ്റ് ഇൻ ദ കോർപ്പറേറ്റ് വെയിൽ. അപ്പോൾ ലീഗൽ വെയിൽ നമ്മൾ കോർട്ടിൽ പോയിട്ടൊക്കെ നമ്മളിങ്ങനെ കേസൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആ സമയത്ത് പറയുന്ന ഒരു എന്താണ് ലീഗൽ വേർഡാണ് ഈ ലിഫ്റ്റ് ഇൻ ദ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് വാട്ട് ഡു യു മീൻ ബൈ ലിഫ്റ്റിംഗ് എ കോർപ്പറേറ്റ് വെയിൽ എന്ന് വെച്ചാൽ എഴുതേണ്ട കാര്യം. ഒരു 5 മാർക്കായിട്ടോ 2 മാർക്കായിട്ടോ നമ്മൾ ഇത്രയും എഴുതിയാൽ മതി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഈ ഒരു കോർപ്പറേറ്റ് വെയിൽ റേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലിഫ്റ്റ് ചെയ്യുന്നതാണ് നോക്കാൻ പോകുന്നത്. അങ്ങനെ നമുക്ക് 2 കേസസാണ് ഉള്ളത്. കോമൺ ലോ എക്സെപ്ഷൻസും ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി എക്സെപ്ഷൻസും ഉണ്ട്. ഫസ്റ്റ് നോക്കാൻ പോകുന്നതാണ് കോമൺ ലോ എക്സെപ്ഷൻസ്. അപ്പോൾ എപ്പോഴൊക്കെയാണ് കോർട്ട് ഇങ്ങനെ ആ ഒരു കോർപ്പറേറ്റ് വെയിൽ പൊക്കുന്നത് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്, ടാക്സ് വെട്ടിക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഇവാസേഷൻ ഓഫ് ടാക്സിൽ കള്ളത്തരം കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് കമ്പനി ഞങ്ങൾ രണ്ടാണ്, ഇതെല്ലാം കമ്പനിയുടെ ആണെന്ന് പറയുകയാണെങ്കിൽ അത് ഒന്നാമത്തെ കേസ്. അങ്ങനെയുള്ള കേസിൽ എന്ത് ചെയ്യും, കമ്പനി മെമ്പേഴ്സും എല്ലാവരും ഒന്നാന്ന് കോർട്ട് പറയും. എന്നാൽ നമ്മുടെ റവന്യൂ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ ടാക്സ് അടച്ച് നമ്മുടെ കാശ് പോകാണ്ടിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കള്ളത്തരം കാണിച്ച് ടാക്സ് അടയ്ക്കാണ്ടിരിക്കുന്ന സമയത്ത് കോർട്ട് എന്ത് ചെയ്യുന്നു, ഈ ഒരു കോർപ്പറേറ്റ് വെയിൽ റേസ് ചെയ്ത് പറയും കമ്പനിയും മെമ്പേഴ്സും ഒന്നാണ്, ടാക്സ് അടയ്ക്കണം എന്ന് പറയും. അതാണ് ഫസ്റ്റ് കേസ്. ഇനി രണ്ടാമത്തെ കേസൊക്കെ എന്താണ്, നമ്മൾ കമ്പനിയുടെ പേരും പറഞ്ഞ് എന്തെങ്കിലും ഫ്രോഡോ അല്ലെങ്കിൽ നമ്മുടെ ലോയ്ക്ക് എതിരായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് ക്രെഡിറ്റേഴ്സിനൊക്കെ പറ്റിക്കുകയാണെങ്കിൽ, ക്രെഡിറ്റേഴ്സിനെ നിന്ന് കാശ് കടം മേടിച്ചിട്ട്
എന്നിട്ട് കാശ് തിരിച്ചും പറയാണ് ഞങ്ങളല്ല കടം മേടിച്ച് കമ്പനിയാണ് മേടിച്ചതെന്ന് പറഞ്ഞാൽ കയ്യൊക്കെ വീഴില്ലേ, അങ്ങനത്തെ അവസ്ഥ. അങ്ങനെ നമ്മൾ എന്തെങ്കിലും ക്രെഡിറ്റേഴ്സിനെ പറ്റിക്കുകയോ അല്ലെങ്കിൽ ലോയ്ക്ക് എതിരായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആ സമയത്തും കോർട്ട് എന്ത് ചെയ്യും, ഈ ഒരു കോർപ്പറേറ്റ് ബില്ല് ലിഫ്റ്റ് ചെയ്യുന്നതാണ്. അടുത്തത് ഈ വാറൊക്കെ സമയത്ത് ഇപ്പോൾ രണ്ട് രാജ്യം തമ്മിൽ വാറുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 2 രാജ്യം തമ്മിൽ വാറാണ്. അപ്പോൾ നമ്മുടെ കൺട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയുടെ റണ്ണിങ് അല്ലെങ്കിൽ കമ്പനിയുടെ മാനേജ്മെൻറ്റ് ഏത് രാജ്യക്കാരെ നോക്കും, അത് മറ്റ് നമ്മുടെ എനിമി കൺട്രി ആണെങ്കിൽ എന്താണ് ആ സമയത്ത് അവർ കൃത്യമായിട്ട് കോർട്ട് അതിനുള്ള കാര്യം ചെയ്യണം അല്ലേ. അതാണ് അർത്ഥം പറയുന്നത്. വാർ ദ കോർട്ട് മേ ലിഫ്റ്റ് ദ കോർപ്പറേറ്റ് ബിൽ ഓഫ് എ കമ്പനി ടു സീ വെദർ കമ്പനി ഈസ് കൺട്രോൾ ബൈ ദ ഏലിയൻ എനിമീസ്. നമ്മുടെ എനിമി ആയിട്ടുള്ള കൺട്രി ആണോ ഈ ഒരു കമ്പനീനെ കൺട്രോൾ ചെയ്യുന്നേ എന്ന് നോക്കാൻ വേണ്ടി ഈ ഒരു കോർപ്പറേറ്റ് ബിൽ ലിഫ്റ്റ് ചെയ്യാറുണ്ട്. അടുത്ത് അവോയ്ഡൻസ് ഓഫ് വെൽഫെയർ ലെജിസ്ലേഷൻ. എന്താണ്, കമ്പനി ഞങ്ങൾ മെമ്പേഴ്സിന് സെപ്പറേറ്റ് ആണെന്ന് പറയും. ഏത് കേസിലാണ്, കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്ക് എന്തെങ്കിലും ബോണസോ അല്ലെങ്കിൽ എന്തെങ്കിലും ബെനിഫിറ്റോ ആവശ്യപ്പെട്ട് വരുമ്പോൾ അവർ പറയുന്നതാണ് ഞങ്ങൾ സെപ്പറേറ്റ് ആണ്, കമ്പനിയാണ് ഇതൊക്കെ തരേണ്ടത്, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് കോർട്ട് പറയും കമ്പനിയും അതുപോലെ തന്നെ കമ്പനിയിലെ മാനേജ്മെൻറ്റും രണ്ടും ഒന്നാണെന്ന് പറയും. എസ്കേപ്പിംഗ് ഫ്രം ദ ലയബിലിറ്റി ഓഫ് കമ്പനി വിത്ത് ദ പ്രൊവിഷൻ ഓഫ് എനി വെൽഫെയർ ലെജിസ്ലേഷൻ. എന്തെങ്കിലും വെൽഫെയർ ലെജിസ്ലേഷൻ ബന്ധപ്പെട്ട് എസ്കേപ്പ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ആ സമയത്തും കോർപ്പറേറ്റ് ബിൽ റേസ് ചെയ്യും. നോക്കാം. Liability of paying bonus to workers or offering some benefits under the provision of Factory Act 1948. Factory Act 1948 അനുസരിച്ച് വർക്കേഴ്സിന് ബോണസും അതുപോലെ ചില ബെനിഫിറ്റ്സ് ഒക്കെ കൊടുക്കണം. അത് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടി അവർ പറയുകയാണ് കമ്പനി വേറെ ഞങ്ങൾ വേറെ എന്ന് പറയുകയാണെങ്കിൽ സമയത്ത് കോർട്ട് പറയും നിങ്ങൾ രണ്ടും വേറെയല്ല, നിങ്ങൾ രണ്ടും ഒന്നാന്ന് പറഞ്ഞ് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യും. അടുത്തത് when the company is acting as a agent of shareholder. കമ്പനി എന്താണ് ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടി വർക്ക് ചെയ്യുന്നത്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏജൻറ്റായി മാറുകയാൻ തോന്നുകയാണെങ്കിൽ ആ സമയത്തും അവരൊരു കോർപ്പറേറ്റ് ബിൽ ലിഫ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, എന്നിട്ട് ഏത് ഷെയർ ഹോൾഡറാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടി. അടുത്താണ് ഇനി സ്റ്റാറ്റ്യൂട്ടറി എക്സെപ്ഷൻ. ഒന്നാമത്തെ വെച്ചിട്ടുള്ളത് സ്റ്റാറ്റ്യൂട്ടറി എന്താണ്, ലോഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്ന ഇതൊക്കെയാണ് ലോ റിലേറ്റഡ് കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്ന കേസുകളാണ് പറയുന്നത്. ഒന്നാമത്തെയാണ് ഇഫ് ദ നമ്പർ ഓഫ് മെമ്പർ ഗോ ബിലോ ദ സ്റ്റാറ്റ്യൂട്ടറി മിനിമം. ഒരു കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് ഇത്ര മെമ്പേഴ്സ് വേണം, ലൈക്ക് പബ്ലിക് കമ്പനി ആണെങ്കിൽ 7 മെമ്പേഴ്സ് വേണം, പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 2 മെമ്പേഴ്സ് മിനിമം വേണമെന്ന് പറയേണ്ടത്. എന്നാൽ കമ്പനി ഫോം ചെയ്ത് കഴിയുമ്പോൾ ഈ നമ്പേഴ്സിൽ കുറവ് വരികയാണെങ്കിൽ ആ സമയത്ത് എന്താണ്, അത് ശരിയല്ലല്ലോ, കാരണം കമ്പനി പ്രകാരം എത്ര നമ്പേഴ്സ് വേണമെന്ന് നിർബന്ധമുണ്ട്. അങ്ങനെ സമയത്ത് എന്തെങ്കിലും വരികയാണെങ്കിൽ ആ കമ്പനിക്കല്ല ലയബിലിറ്റി ഇട്ടാൽ അവിടെ മെമ്പേഴ്സിനായിരിക്കും ലയബിലിറ്റി ഇട്ടാൽ ആ കമ്പനിയും മെമ്പേഴ്സിന് രണ്ടാന്നുള്ള ആ ഒരു കോർപ്പറേറ്റ് ബിൽ റേസ് ചെയ്തിട്ട് മെമ്പേഴ്സിന് പണി കൊടുക്കുന്നതായിരിക്കും. അതാണ് ഒന്നാമത്തെ പോയിന്റ്. എന്താണ് സംഭവം? ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് നമ്മുടെ നമ്പർ ഓഫ് മെമ്പേഴ്സ് കമ്പനിയിലുള്ള നമ്പർ ഓഫ് മെമ്പേഴ്സ് സ്റ്റാറ്റ്യൂട്ടറി മിനിമത്തെക്കാളും കുറവ് പോകാൻ പാടില്ല. പബ്ലിക് കമ്പനി ആണെങ്കിൽ 7 മെമ്പേഴ്സ് കൃത്യമായിട്ടും വേണം, പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 2 മെമ്പേഴ്സും വേണം. അടുത്ത നമ്മുടെ കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് സബ്സ്ക്രിപ്ഷൻ മണി വേണം. അപ്പോൾ കമ്പനിക്ക് 120 ദിവസത്തിനുള്ളിൽ തന്നെ സബ്സ്ക്രിപ്ഷൻ മണി ഫുള്ളായിട്ട് കിട്ടിയില്ല എന്നാണെങ്കിൽ നമ്മുടെ ആപ്ലിക്കൻസ് തന്നിരിക്കുന്ന മണി, നമുക്ക് കുറച്ച് പേര് കാശ് തന്നിട്ടുണ്ടാവുമല്ലോ, അവരുടെ മണിയൊക്കെ തിരിച്ച് റീഫണ്ട് ചെയ്തിരിക്കണം. അതാണ് രണ്ടാമത്തെ പോയിന്റ്. വേർ ദ മിനിമം സബ്സ്ക്രിപ്ഷൻ ഹാസ് നോട്ട് ബീൻ റിസീവ്ഡ് ബൈ ദ കമ്പനി വിത്തിൻ 120 ഡേയ്സ്. പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തിട്ട് 120 ഡേയ്സ് ആയിട്ടും മിനിമം സബ്സ്ക്രിപ്ഷൻ നമുക്ക് റിസീവ് ആയില്ല എന്നാണെങ്കിൽ നമ്മൾ ആപ്ലിക്കൻസിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുള്ള എല്ലാ മണി നമ്മൾ എന്തെങ്കിലും തിരിച്ച് റിട്ടേൺ ചെയ്യണം. അങ്ങനെ റിട്ടേൺ ചെയ്തില്ലെങ്കിൽ ആരാണ് റിട്ടേൺ ചെയ്യാത്തത് നോക്കാൻ വേണ്ടി കമ്പനിയും മെമ്പേഴ്സിനിടയിലുള്ള ആ ഒരു കോർപ്പറേറ്റ് ബില്ല് കോർട്ട് റേസ് ചെയ്യുന്നതായിരിക്കും. അടുത്തത് കമ്പനി നോട്ട് മെൻഷൻ ഓൺ എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. ഇപ്പോൾ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഓഫീസർ കമ്പനിയുടെ ബിഹാഫിൽ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൽ ഏർപ്പെട്ടു അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റിൽ സൈൻ ചെയ്തു, ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തു എന്നാണെങ്കിൽ അതിൽ കമ്പനിയുടെ പേര് മെൻഷൻ ചെയ്യാൻ മറന്നു പോയി കഴിഞ്ഞാൽ അവിടെ കമ്പനിക്ക് ഒരു ലയബിലിറ്റി ഇല്ല. ആ ഒരു പേഴ്സൺ തന്നെയായിരിക്കും പേഴ്സണൽ ലയബിൾ. ഓക്കെ, അതാണ് ആ ഒരു കമ്പനി നോട്ട് മെൻഷനിങ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൽ പറയുന്നത്. അപ്പോൾ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൽ ഒരു കമ്പനിയിലുള്ള ഓഫീസർ പങ്കെടുത്തു കഴിഞ്ഞാൽ അതിൽ കമ്പനിയുടെ പേര് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ, അത് കമ്പനിക്ക് വേണ്ടിയാണെങ്കിൽ പോലും കമ്പനിയുടെ പേര് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ലയബിലിറ്റി ഫുള്ളും ആ ഒരു വ്യക്തി തന്നെ കൊള്ളേണ്ടി വരും. അപ്പോൾ ആ വ്യക്തി ആരാന്നറിയാൻ വേണ്ടി കമ്പനിയുടെയും ആ വ്യക്തിയുടെ ഇടയിലുള്ള കോർപ്പറേറ്റ് ബില്ല് റേസ് ചെയ്യുന്നതാണ്. ഗ്രൂപ്പ് അക്കൗണ്ട് ഓഫ് ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി കമ്പനി. The company's own profit and loss account and balance sheet of the document of subsidiary company also should be laid up. എന്താണ്, കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് മാത്രമല്ല കാണിക്കേണ്ടത്, എന്തുകൂടി കാണിക്കണം, കമ്പനിയുടെ സബ്സിഡിയറി കമ്പനീസ് ഇല്ലേ, ആ സബ്സിഡിയറി കമ്പനീസും ഡോക്യുമെന്റ്സും കൂടി നമ്മൾ എന്ത് ചെയ്യണം, കാണിച്ചിരിക്കണം. അല്ലാണ്ട്
ആ ഒരു കമ്പനിയെ മാത്രം കാണിച്ച പോലെ സബ്സിഡിയറി കമ്പനീസിൽ നടക്കുന്ന കാര്യങ്ങളും കൂടി കൃത്യമായിട്ട് നമ്മൾ കാണിച്ചിരിക്കണം. ഓക്കെ. അടുത്ത ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു റിലേറ്റഡ് കമ്പനീസ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പന്തികേടൊക്കെ കമ്പനിക്ക് അല്ലെങ്കിൽ പന്തികേടൊക്കെ കോർട്ടിന് തോന്നുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഇൻസ്പെക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യും. ആ ഇൻസ്പെക്ടേഴ്സ് അപ്പോയിന്റ് ചെയ്യുമ്പോൾ ആ ഒരു കമ്പനിയുടെ മാത്രമായിരിക്കില്ല കാര്യങ്ങൾ നോക്കുക, അവരെന്ത് ചെയ്യും, ആ കമ്പനിയുടെ മാനേജ്മെന്റ് നോക്കി നടത്തുന്ന വേറെ കമ്പനികളും ഉണ്ടാവുമല്ലോ, ആ കമ്പനികളുടെ അഫയേഴ്സും കൂടി അവർ നോക്കുന്നതായിരിക്കും. അതാണ് അടുത്ത പോയിന്റ്. അടുത്ത ഫ്രോഡുലന്റ് ട്രേഡിംഗ് എന്ന് വെച്ചാൽ എന്താണ്, വൈൻഡിങ് അപ്പ്. നമ്മുടെ കമ്പനി പൂട്ടിപ്പോണ സമയത്ത് എന്തെങ്കിലും ഈ ഒരു ക്രെഡിറ്റേഴ്സിനെ പറ്റിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിനെ കബളിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഫ്രോഡായിട്ടുള്ള കാര്യം ചെയ്ത് കഴിഞ്ഞാൽ കോർട്ട് എന്ത് ചെയ്യും, ആ ഒരു പേഴ്സൺ ആരാണ് അങ്ങനെ ചെയ്തിട്ടുള്ള ആ ഒരു പേഴ്സണെ കമ്പനിയുടെ ഫുൾ ലൈബിലിറ്റിയുടെ പേഴ്സണൽ ലൈബിളാക്കി മാറ്റും. ആ ഒരു പേഴ്സൺ തലയിൽ ഫുൾ ലൈബിലിറ്റി കെട്ടിവെക്കുന്നതാണ്. അപ്പം എന്താണ്, വൈൻഡിങ് സമയത്ത് കമ്പനിക്ക് കുറേ ലൈബിലിറ്റീസ് ഉണ്ടാവുമല്ലോ, ക്രെഡിറ്റേഴ്സിന് കുറേ കാശ് കൊടുക്കാനൊക്കെ ഉണ്ടാവും. ആ കാശ് കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും തക്കിയുടെ തലയുടെ പരിപാടി കാണിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു ലൈബിലിറ്റി ഫുള്ളും തന്നെ ആരാണോ ആ പ്രശ്നം ഉണ്ടാക്കിയത് അയാളുടെ തലയിൽ കെട്ടിവെക്കുന്നതായിരിക്കും. അതാണ് ലാസ്റ്റ് പോയിന്റ്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് സെക്കൻഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് യൂണിറ്റ് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻറ്റ് യൂണിറ്റ് ആണ്, സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കേണ്ടതാണ്. ഈ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലിഫ്റ്റിംഗ് ഓഫ് PSC ഇൻ ദ കോർപ്പറേറ്റ് വിൽ. അപ്പോൾ ലിഫ്റ്റിംഗ് ഓഫ് PSC ഇൻ കോർപ്പറേറ്റ് വിൽ എന്താണെന്ന് പഠിച്ചു നമ്മൾ. അതുപോലെ തന്നെ കോമൺ ലോ എക്സെപ്ഷൻ പഠിച്ചു. ഇതൊരു 50 മാർക്ക് ക്വസ്റ്റ്യൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ പ്രിലിമിനറി ഓർ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട് 2 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കിന് ചാൻസ് ഉള്ളൂ. പിന്നെ നമ്മൾ പഠിച്ചത് ഇന്ന് പഠിച്ചെന്താണ്, പിന്നെ എങ്ങനെയാണ് ഓൺലൈനായിട്ട് നമുക്ക് കമ്പനി രജിസ്റ്റർ ചെയ്യാൻ പറ്റാമെന്ന് പഠിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ പഠിച്ചത് എന്താണ്, പ്രൊമോട്ടറിൻ്റെ ഡ്യൂട്ടീസും ലയബിലിറ്റീസും എന്താണ്. അതുകൂടാണ്ട് നമ്മൾ ഫോർമേഷൻ ഓഫ് കമ്പനി ആ 4 സ്റ്റേജസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ലൈക്ക് പ്രൊമോഷൻ, രജിസ്ട്രേഷൻ ഓഫ് ഇൻകോർപ്പറേഷൻ, റേസിംഗ് ഓഫ് ക്യാപിറ്റൽ, കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. ഇതോടെ മൊഡ്യൂൾ 2 ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എല്ലാ ചാപ്റ്റേഴ്സും തീർക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂൾ കണ്ടിട്ടില്ലെങ്കിൽ കാണാം, അത് പഠിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോയും കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.